നീതിമാനുമായ നമ്മുടെ ദൈവത്തിന് ധന്യനായ ഏകാധിപതിയും കർത്താധികർത്താവും രാജാധി രാജാവുമായവന് തന്നെ മഹത്വവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. ഈ മനോഹരമായ സന്ധ്യാസമയത്ത്, സമയങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഇവിടുത്തെ കാര്യം ഒന്ന് പറഞ്ഞത്, നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദങ്ങളിലേക്ക് അടുത്തു വരുവാൻ കർത്താവിന്റെ ദാസന്മാരും ദൈവദാസിമാരും വിശുദ്ധന്മാരും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഒത്ത് ദൈവം സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ശീഘ്രം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. കർത്താവ് നമ്മെ ഒരുമിച്ച് ഇന്ന് രാത്രിയിലും സഹായിക്കുമാറാകട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം, അതിൻ്റെ അവസാന വാക്യങ്ങളിലാണ്. പ്രത്യേകിച്ച് 18ഉം 19ഉം വാക്യങ്ങളിലാണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഒരു പ്രാവശ്യവും കൂടെ നമുക്ക് ആ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ തുടരാം. I warn everyone who hears the words of the prophecy of this book. If anyone adds anything to them, God will add to him the plagues described in this book. And if anyone takes away from this book of prophecy, God will take away this from his share in the tree of life and in the Holy Spirit, which are described in this book. In the holy city. In the holy... holy city. നമ്മൾ ഇന്നലെയും ഈ വാക്യങ്ങളിൽ നിന്ന് കണ്ടു. ഇന്ന് അതുകൊണ്ട് അധിക നേരം ഈ വാക്യങ്ങളിൽ നമുക്ക് നിൽക്കേണ്ടതായിട്ടില്ല. നമുക്കിവിടെ ഉള്ളത് ഒരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു വാണിംഗ് ആണ് എന്ന് നമ്മൾ ഇന്നലെ തന്നെ മനസ്സിലാക്കി. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കരുത് എന്ന ഒരു പൊതുവായ ആത്മീയ തത്വമാണ്. We are not eligible or permitted to amend the oracles of God. ദൈവത്തിൻ്റെ വചനത്തെ തിരുത്താൻ, കൂട്ടാനോ കുറയ്ക്കാനോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുവാനോ ഒരു മനുഷ്യനും അധികാരമില്ല, അവകാശമില്ല. കല്യാണത്തിന്റെ സമയത്ത് ഞാൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യവും കൂടെ ഉണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, വിവാഹിതരാകുന്നവരോട് അവർ ചെയ്യാൻ പോകുന്ന ഉടമ്പടിയെക്കുറിച്ച് ഞാൻ പറയാറുള്ളത് ഇർറിവോക്കബിൾ, ഇർറിവേഴ്സബിൾ, അൺബ്രേക്കബിൾ എന്നൊക്കെ. അതിന് കാരണം ഹൈക്കോർട്ടിന്റെ ഒരു ഓർഡർ സുപ്രീം കോർട്ടിന് സ്റ്റേ ചെയ്യുകയോ അല്ല സ്ഥിരപ്പെടുത്തുകയോ അല്ല റദ്ദാക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ അതിനേക്കാൾ താഴ്ന്ന ഒരു കോടതിക്ക് റദ്ദാക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താൻ അനുവാദമില്ല. നമ്മുടെ കുടുംബങ്ങളിലായാൽ തന്നെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അമ്മമാരെ സമീപിക്കും. അപ്പൊ അമ്മമാർ സാധാരണ ചോദിക്കും, നീ പപ്പായോട് പറഞ്ഞായിരുന്നോ? പപ്പ എന്താ പറഞ്ഞേ? പപ്പ പോകണ്ടെന്നാ പറഞ്ഞേ. അപ്പോൾ പപ്പ പോകണ്ട എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മമ്മി നീ പൊക്കോളം പറയുമോ? ഒക്കത്തില്ല.
പപ്പ പറഞ്ഞതിനപ്പുറത്തേക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പറയാൻ ഒക്കില്ല. എന്നാൽ പപ്പ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞാൽ കാര്യം നടന്നേക്കും. പപ്പായുടെ പപ്പ ചിലപ്പോൾ പപ്പായുടെ കാര്യങ്ങളെ അമൻഡ് ചെയ്തേക്കാം, തിരുത്തിയേക്കാം. അപ്പോൾ ദൈവവചനം തിരുത്തരുത്, അതിനോട് കൂട്ടരുത്, കുറയ്ക്കരുത് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ദൈവം പറഞ്ഞതിനെ തിരുത്തണമെങ്കിൽ ദൈവത്തെക്കാൾ വലിയ ഒരാളിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ദൈവത്തെക്കാൾ താഴ്ന്ന ഒരാളിനെ കൊണ്ട് ദൈവം പറഞ്ഞതിനെ തിരുത്താൻ പറ്റില്ല. അത് മാനുഷികമായി പോലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ വിവാഹമോചനം പാടില്ല എന്ന് പറയുന്നത്. ഈവൻ വിവാഹമോചിതരായാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവർ അപ്പോഴും വിവാഹിതർ തന്നെ. മനസ്സിലായോ? കോടതിയുടെ മുമ്പിൽ വേണമെങ്കിൽ രണ്ടുപേർക്ക്, ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ വേർപിരിയാം. വേർപിരിഞ്ഞാലും വിവാഹം കൂടാതെ കഴിഞ്ഞോണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അപ്പോഴും ദൈവദൃഷ്ടിയിൽ ഇവര് ഭാര്യാഭർത്താക്കന്മാര് തന്നെ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്, അല്ലെ വേർപിരിക്കരുത് എന്ന ദൈവവചന കൽപ്പന പോലെ തന്നെ ദൈവം സർവോന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം, പരമാധികാരിയായ ദൈവം, സർവശക്തനായ ദൈവം, സ്തോത്രം, കൽപ്പിച്ച വചനങ്ങൾക്ക് തിരുത്തൽ വരുത്താൻ ആ ദൈവത്തെക്കാൾ താഴ്ന്ന ആരെ കൊണ്ടും പറ്റില്ല. ദൈവത്തെക്കാൾ വലിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കാര്യം നടത്താം, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒരാളിനെ കണ്ടുപിടിക്കണം. അത് ദൈവവചനം തിരുത്തുന്നതിനായാലും ശരി, അല്ല വിവാഹബന്ധം വേർപെടുത്താനായാലും ശരി, അങ്ങനെയുള്ള ഏതൊരു വിഷയത്തിലും നമുക്ക് ദൈവത്തിന്റെ അധികാരത്തെക്കാൾ വലിയ അധികാരമുള്ള ഒരാളിനെ കൊണ്ട് നമുക്ക് അത് അഴിക്കാനായിട്ട് പറ്റും. സ്തോത്രം. ഇന്നലെ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം, അതിൻ്റെ 16-ാമത്തെ വാക്യം. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്, ആണെ അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകും. അടുത്ത വാക്യവും കൂടെ. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. സ്തോത്രം. അവിടെ തന്നെ അതിന്റെ വ്യവസ്ഥ പറയുന്നുണ്ട്. എന്താ? 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, മനുഷ്യർ സാധാരണ ആണയിടുന്നത് തങ്ങളെക്കാൾ വലിയവരെ കൊണ്ടാണ്. സത്യം ചെയ്യുന്നത്, ശപഥം ചെയ്യുന്നത് തങ്ങളെക്കാൾ വലിയവരെ കൊണ്ടാണ്, ചെറിയവരെ കൊണ്ടല്ല. എന്നാൽ ദൈവം സത്യം ചെയ്തിരിക്കുന്നത് ആരെ കൊണ്ടാ? ദൈവം എപ്പോഴും പറയുന്നത് എന്നാണ്. സ്തോത്രം. കർത്താവിനെ കൊണ്ട് തന്നെയാണ്, ദൈവത്തെ കൊണ്ട് തന്നെയാണ്. സ്തോത്രം. നമ്മള് ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെക്കുറിച്ച്, ഡേവിഡിക് കവനന്റ്, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മറന്നുപോയി കാണുമായിരിക്കും, കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു. അന്നേരം സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. 60-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം.
Psalm 60 verse 6. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തുകൊണ്ട് ഞാൻ ആനന്ദിക്കും. സ്തോത്രം. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട്. അപ്പോൾ ദൈവം ദൈവത്തെ കൊണ്ട് തന്നെയാണ് സത്യം ചെയ്യുന്നത്, ശപഥം ചെയ്യുന്നത്. കാരണം ദൈവത്തെക്കാൾ വലിയ ഒരാൾ വേറെയില്ല. അപ്പോൾ ഏറ്റവും വലിയ പരമോന്നതനായ അത്യുന്നതനായ ദൈവം കൽപ്പിച്ച വചനങ്ങളെ തിരുത്തുവാൻ ദൈവത്തെക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള ആർക്കും കഴിയുകയില്ല. സ്തോത്രം. ആർക്കും കഴിയുകയില്ല. ഇത് വ്യക്തമാണല്ലോ. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു ചോദ്യം വന്നു. ജീവിത പങ്കാളി മരിച്ചവർക്ക് വെദർ ഇറ്റ്സ് വിഡോ ഓർ വിഡോവർ, വിധവയ്ക്കോ വിഭാര്യന്മാർക്കോ എന്താ വിവാഹം കഴിച്ചുകൂടെ എന്ന്? തീർച്ചയായിട്ടും വിവാഹമോചിതരല്ലാത്ത വിധവമാർക്കോ വിഭാര്യർക്കോ വിവാഹം ആകാം. അതിന് തെറ്റില്ല. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ആ കാര്യം പറയുന്നുണ്ട്. പൗലോസ് തന്നെ ആ കാര്യം പറയുന്നു. 2-ാമത്തെ വാക്യം, ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി, ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് മരിച്ചാൽ അവൾ ഒഴിവുള്ളവളായി. പിന്നീടാകാം. അതുപോലെ തിമോത്തിയോസിനുള്ള 1-ാമത്തെ ലേഖനത്തിലും പൗലോസ് വിധവമാരുടെ വിവാഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പം വിധവമാരെ വിവാഹം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് 1 തിമോത്തിയോസ് 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പം വിധവമാർക്കോ വിഭാര്യർക്കോ പുനർവിവാഹം അനുവദനീയമാണ്. ഓക്കെ, വെദർ ഫോർ ബോത്ത് വിഡോസ് ആൻഡ് വിഡോവേഴ്സ് remarriage is permissible, no matter. അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അതിലൊരു പ്രയാസമില്ല. പക്ഷേ ഏത് വിധവമാർക്കും വിഭാര്യർക്കും അല്ല, വിവാഹമോചിതരായ വിധവമാർക്കോ വിഭാര്യർക്കോ അനുവദനീയമല്ല. കാരണം ഒരാൾ മരിച്ചാൽ തന്നെയും അവർ ആ വിവാഹമോചിതർ എന്ന നിലയിൽ കണക്കാക്കപ്പെടും. ഓക്കെ, അത് ക്ലിയറായി കാണുമല്ലോ. സ്തോത്രം. അപ്പോൾ ദൈവത്തെക്കാൾ വലിയ ഒരാൾ ഇല്ലാത്തത് കൊണ്ടാണ് ദൈവവചനം മാറ്റരുത് എന്ന് പറയുന്നത്, തിരുത്തൽ വരുത്തരുത് എന്ന് പറയുന്നത്. സ്തോത്രം. സർവജ്ഞാനിയായ ദൈവമാണ് നമുക്ക് വചനം തന്നിട്ടുള്ളത്. God, who is omniscient, has given us his word. And there is no creature, no creation who is or are wiser than the omniscient God. സർവജ്ഞാനിയായ ദൈവം നമുക്ക് തൻ്റെ അരുളപ്പാടുകൾ തന്നിരിക്കെ ദൈവത്തെക്കാൾ ജ്ഞാനമേറിയ ഒരാൾ ദൈവത്തിന്റെ വചനത്തെ തിരുത്തത്തക്കതുപോലെ പ്രാപ്തി ഉള്ളവരില്ല. സ്തോത്രം. അത് വ്യക്തമായി കാണുമല്ലോ. അതുകൊണ്ട്
ദൈവവചന തിരുത്തരുതെന്നാണ്, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്നാണ് ആ 18-19 വാക്യങ്ങളുടെ അർത്ഥം. അതിൻ്റെ പല അർത്ഥങ്ങൾ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിലാണ്. The primary meaning of Revelation 22:18 and 19 is for the book of Revelation itself. വെളിപ്പാട് പുസ്തകത്തിന് വേണ്ടി തന്നെയാണ് ആ പ്രത്യേക കൽപ്പന പ്രാഥമികമായും പൊതുവായും നൽകിയിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ ഇന്നലെ കണ്ടു, ദൈവവചനത്തിന്, ബൈബിളിനെ പൊതുവെ ഈ നിയമം കൊണ്ട് നമുക്ക് ബന്ധിക്കാം. അതിന് പല വാക്യങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ ആവർത്തന പുസ്തകത്തിൽ നിന്നും സദൃശ്യവാക്യങ്ങളിൽ നിന്നും ഒക്കെ കാണുകയുണ്ടായി. ഇനി അതിന് മൂന്നാമതൊരു മാനവും കൂടെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ രണ്ടെണ്ണം നമ്മൾ ഇന്നലെ ചിന്തിച്ചായിരുന്നു. ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ അരുത് എന്ന വെളിപ്പാട് 22 18-19 വാക്യങ്ങൾക്ക് 3 പ്രധാന അർത്ഥങ്ങൾ. അതിൽ ഒന്നാമത്തേത് നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനമായിട്ട് വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്. 2, പഴയ നിയമത്തിൽ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് പൊതുവായി ദൈവവചനത്തിന്റെ പ്രമാണമായിട്ടും നമുക്ക് സ്വീകരിക്കാം. സ്തോത്രം. ദൈവവചനത്തിലെ ഒരു ഭാഗവും തിരുത്തുവാൻ നമുക്കാർക്കും അനുവാദമില്ല. ഇത് രണ്ടും നമ്മൾ ഇന്നലെ ചിന്തിച്ചു. മൂന്നാമതൊരർത്ഥവും കൂടെ നമുക്ക് അവിടെ എടുക്കാം. അതാണ് the canon of the Bible is final and closed. Canon of the Bible. വേദപുസ്തക കാനോൻ വെളിപ്പാട് പുസ്തകം കൊണ്ട് പൂർണ്ണമായി, വെളിപ്പാട് പുസ്തകത്തിന് ശേഷം അങ്ങനെയുള്ള തിരുവെഴുത്ത് എന്ന നിലയിലുള്ള ഒരു പ്രമാണമോ ഒരു വെളിപ്പാടോ ആർക്കും ദൈവം നൽകിയിട്ടില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് വേദപുസ്തകത്തോട് ഒന്നുമേ കൂട്ടിച്ചേർക്കരുത്. ബൈബിളിലെ പുസ്തകങ്ങളോട് എനിക്ക് ദൈവം തന്ന ഒരു വെളിപ്പാടാണ്, യോഹന്നാന് വെളിപ്പാട് കിട്ടിയതുപോലെ എനിക്കൊരു വെളിപ്പാട് കിട്ടി, എന്നാൽ ഇരിക്കട്ടെ, അതും കൂടെ ദൈവവചനത്തിലേക്ക് ചേർക്കാം എന്ന് ആരും തുനിയരുത് എന്നാണ് അതിൻ്റെ മൂന്നാമത്തെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മനസ്സിലായോ? കാരണം പലരും ഈ കാര്യവും ചോദിക്കാറുണ്ട്. മുസ്ലിം ലോകം ഈ വിഷയത്തെക്കുറിച്ച് പറയാറുണ്ട്. അവർ പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ പ്രവാചകൻ മുഹമ്മദാണ്, ഏറ്റവും ഒടുവിലത്തെ വെളിപ്പാട് മുഹമ്മദ് നബിയിലൂടെ ലഭിച്ച വെളിപ്പാടാണ്. അതുകൊണ്ട് പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് നബിയാണ് എന്ന് അവർ പറയുന്നു. അതിന് യേശു കർത്താവിനെയും കൂടെ വ്യാജമായിട്ട് കൂട്ടുപിടിക്കാറുണ്ട് കേട്ടോ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാലോ പിതാവിനോട് അപേക്ഷിക്കും, നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവെന്നൊക്കെ പറയുന്നുണ്ട്, അതൊന്നും അവർ എടുക്കുന്നില്ല. പക്ഷെ ബൈബിളിലെ അല്പസ്വല്പമൊക്കെ എടുത്തിട്ട് അവർ പറയും മറ്റൊരു
റൂഹെന്നും നൂറെന്നും ഒക്കെയാണ് അവർ പറയുന്നത്. നൂർ എന്നൊക്കെ പറഞ്ഞ വെളിച്ചം എന്നർത്ഥം. അപ്പം ഞാൻ പോയി, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോയിട്ട് മറ്റൊരാളിനെ അയക്കും എന്നൊക്കെ പറഞ്ഞത് മുഹമ്മദ് നബിയാണെന്ന് അവര് വ്യാജമായി ക്രിസ്ത്യാനികളെ പോലും പറഞ്ഞ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തോറ അഥവാ ന്യായപ്രമാണം, ഇഞ്ചീൽ അഥവാ സുവിശേഷങ്ങൾ എന്ന് വെച്ചാൽ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും മാറ്റിയിട്ട് അതിനേക്കാൾ വലിയതൊന്ന് മുഹമ്മദിലൂടെ നൽകിയതാണ് ഖുറാൻ. അതുകൊണ്ട് തോറ അഥവാ ന്യായപ്രമാണം അല്ലെങ്കിൽ നമ്മുടെ പഴയ നിയമത്തെക്കാളും ഇഞ്ചീൽ അഥവാ പുതിയ നിയമമോ സുവിശേഷ ഗ്രന്ഥങ്ങളോ അവയെക്കാളും അധികമായി നാം പ്രാധാന്യം നൽകേണ്ടത് ഖുറാനാണെന്ന് അവര് പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള പഠിപ്പീരുകൾക്ക് തടയിടുന്നതാണ് ഈ മൂന്നാമത്തെ അർത്ഥം, മൂന്നാമത്തെ വ്യാഖ്യാനമായിട്ട് നമ്മളിപ്പോൾ കണ്ടത്. അതായത് സ്തോത്രം, യോഹന്നാന് ദൈവം നൽകിയ ഈ വെളിപ്പാട്, യേശുക്രിസ്തുവിന്റെ യോഹന്നാന് ലഭിച്ച ഈ വെളിപ്പാട് മനുഷ്യജാതിയോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളിലെ അവസാനത്തെ വെളിപ്പാടാണ്, പൂർണ്ണമായ വെളിപ്പാടാണ്. ഇതിന് ശേഷം ദൈവം മനുഷ്യരോട് ആ നിലയിൽ ഇടപെട്ടിട്ടില്ല. ഈ വചനത്തിലൂടെ ഇടപെട്ടിട്ടുണ്ട്, ഇടപെടുന്നുണ്ട്, മേലിലും ഇടപെടും. അതല്ലാതെ ഒരു തിരുവെഴുത്തെന്ന നിലയിൽ ദൈവം ഇടപെടുന്നില്ല എന്ന് അവിടെ കാണുന്നു. സ്തോത്രം. ആ അർത്ഥവും നമുക്കിവിടെ മനസ്സിലാക്കാം. അത് ഒന്നും കൂടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മലാഖിയിലേക്ക് പോകാം. മലാഖി പ്രവചനം അവസാനത്തെ അധ്യായം, അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. See, I will send you the prophet Elijah before that great and dreadful day of the Lord comes. He will turn the hearts of the fathers to their children, and the hearts of the children to their fathers, or else I will come and strike the land with a curse. പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകം, ഒടുവിലത്തെ വാക്യങ്ങൾ. നമുക്കെന്താ ഈ വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു പ്രത്യേക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി ഒന്നും കണ്ടില്ല, ജസ്റ്റ് ഒരു ചെക്കിങ്ങിന് വേണ്ടി മാത്രം. ഒരു ഭാഗത്ത് വന്നപ്പോൾ എഴുതി കാണിക്കുന്നു, ടു ബി കണ്ടിന്യൂഡ്, പ്ലീസ് സ്റ്റേ ഓൺ, വിൽ ബി കണ്ടിന്യൂഡ്. ചില ലേഖനങ്ങൾ, ആർട്ടിക്കിൾസ് ഒക്കെ പത്രത്തിലോ മാസികകളിലോ ഒക്കെ എഴുതുമ്പോഴും മൊത്തം എഴുതുന്നില്ലായിരിക്കും. അവിടെയും എഴുതും തുടരും, ടു ബി കണ്ടിന്യൂഡ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സുകൾ ഒരു ദിവസം കൊണ്ട് തീരുന്ന ക്ലാസ് അല്ല. അതുകൊണ്ട് നമ്മൾ ഓരോ യോഗം, ഓരോ ക്ലാസ് തീരുമ്പോഴും പറയും ബാക്കി ഇതേന്ന് വെച്ചാൽ നാളെ. ഏതാണ്ട് അതേ പ്രകാരമല്ലേ മലാഖി നമ്മോട് തൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യങ്ങളിൽ പറയുന്നത്? കർത്താവിൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഈ ശുശ്രൂഷകൾ തുടരാനിരിക്കുന്നതേയുള്ളൂ. ആരോ വരാനിരിക്കുന്നു. ഇപ്പൊ പഴയ നിയമം വായിക്കുമ്പോൾ ഒരു
തുടർച്ച നമുക്ക് കാണാം. തുടരും എന്ന പ്രതീക്ഷ അവിടെ ഉണ്ട്. എന്നാൽ പുതിയ നിയമത്തിന്റെ അവസാനം വന്നപ്പോഴോ ഇനിയും തുടരുമെന്നാണോ? അല്ല, ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അടച്ചു വെക്കുക. ഇതിൽ നിന്നൊന്നും എടുക്കാനുമില്ല, ഇതിനോട് ഒന്നും ചേർക്കാനുമില്ല. ദിസ് ഈസ് ഫൈനൽ. സ്തോത്രം. അപ്പൊ ഈ 3 സാധ്യതകൾ, ഈ 3 അർത്ഥങ്ങൾ നമുക്ക് വെളിപ്പാട് 22-ന്റെ 18-19 വാക്യങ്ങളിൽ നിന്നും ലഭിക്കും. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് വെളിപ്പാട് പുസ്തകത്തിന് വേണ്ടി തന്നെ പറഞ്ഞിട്ടുള്ള കൽപ്പനയാണത്, താക്കീതാണ്. 2, നമ്മൾ ഇന്നലെ പഴയ നിയമഭാഗങ്ങളിൽ നിന്നൊക്കെ കണ്ടതുപോലെ ദൈവവചനത്തോടുള്ള പൊതുവായ ഒരു സമീപനമാണ്. കർത്താവ് കൽപ്പിച്ചതിനോട് ഒന്നും കൂട്ടരുത്, കുറയ്ക്കരുത്. മാനുഷികമായ ചിന്തകൾ അതിനകത്തിടാൻ പാടില്ല. 3-ാമത്തേതാണ് ബൈബിളിന്റെ കാനോൻ. ബൈബിൾ കാനോൻ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം, ഇത്ര പുസ്തകങ്ങൾ, ഏതൊക്കെ പുസ്തകങ്ങൾ എന്നൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു എന്താണ് പറയുന്നത്, ആ പുസ്തകങ്ങളെ ഉൾപ്പെടുത്തി ഒരു പ്രഖ്യാപനം നടത്തുന്ന ഒരു ബോഡി, ഒരു സംഘം, അതിനെയാണ് കാനോൻ. കാനോൻ എന്ന വാക്കിനർത്ഥം മെഷറിംഗ് റോഡ് എന്നേ ഉള്ളൂ. ഇവിടെ ബൈബിൾ കാനോൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈബിളിൽ ഉൾപ്പെടുത്തേണ്ട പുസ്തകങ്ങളെ, അല്ലെങ്കിൽ ബൈബിളിൽ ഉൾപ്പെട്ട പുസ്തകങ്ങളെ സ്ഥിരീകരിച്ച് ഉറപ്പാക്കുന്ന ഒരു സംഘം എന്നർത്ഥം. അപ്പം വെളിപ്പാട് പുസ്തകത്തോടു കൂടെ ആ ബൈബിൾ പുസ്തകങ്ങളുടെ ക്രോഡീകരണം തീർന്നു, അവസാനിച്ചു, പൂർണ്ണമായി എന്ന ഒരർത്ഥവും കൂടെ നമുക്ക് അവിടെ നിന്നും എടുക്കാം. ആവർത്തിച്ച് പറയട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരീകമായ അർത്ഥം 1-ാമത്തേതാണ് കേട്ടോ. മറ്റ് 2ഉം കൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം എന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ശരി, മറ്റ് ചോദ്യങ്ങളില്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 1-2 കാര്യങ്ങൾ കൂടെ അതിനോട് ചേർത്ത് നമുക്കൊന്ന് ചിന്തിച്ചു പോകാം. ചിന്തിക്കുക, വ്യാഖ്യാനിച്ചു പോകുന്നില്ല, ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യം. Galatians 1:6. I am astonished that you are so quickly deserting the one who called you by the grace of Christ and are turning to a different gospel. Turning to a different gospel. എട്ടാമത്തെ വാക്യം. 7-ലും ഉണ്ട്, നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി 8-ാമത്തെ വാക്യം. But even if we or an angel from heaven should preach a gospel other than the one we preach to you, let him be eternally condemned. അവിടെ എന്താ പറയുന്നത്? A gospel opposite to what we have preached to you. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായ. സ്തോത്രം. അപ്പോൾ another gospel, anti gospel. 6-ാമത്തെ വാക്യത്തിൽ കണ്ടോ വേറൊരു സുവിശേഷം. 8-ാമത്തെ വാക്യത്തിൽ
വിപരീത സുവിശേഷം. വിപരീത സുവിശേഷം. 9-ാമത്തെ വാക്യത്തിലും നാം അത് തന്നെ കാണുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് എന്താണ്? അനദർ ഗോസ്പൽ, അനദർ ക്രൈസ്റ്റ്, വേറെ ഒരു ക്രിസ്തു, പൗലോസ് പ്രസംഗിച്ചിട്ടില്ലാത്ത, പൗലോസിനും അപ്പോസ്തോലന്മാർക്കും അറിയാത്ത ഒരു ക്രിസ്തു, അവർ പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരു സുവിശേഷം. അവരെന്ത് ചെയ്തു? ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞു. അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അതിനെ വ്യാഖ്യാനിച്ചു. സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം ലാഭത്തിന് വേണ്ടി അവർ ദൈവവചനത്തെ കൂട്ടിമാട്ടിക്കളയുന്നു. ഇന്നും നമ്മുടെ ഇടയിലും അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. സ്തോത്രം. ധാരാളം പേരുണ്ട്. അവർക്ക് ദൈവവചനമല്ല പ്രധാനം. പല പ്രാവശ്യം നാം ചിന്തിച്ചിട്ടുള്ളത് പോലെ, they don't come to the church to receive instruction, to be corrected, but for soothing and for entertainment. അവര് വരുന്നത് ഉപദേശം പ്രാപിക്കുവാനല്ല, തിരുത്തലിനു വേണ്ടിയല്ല, എൻ്റെ ജീവിതത്തിൽ ഇനിയും എന്തെല്ലാം ഉണ്ട് വിട്ടുകളയാനെന്നറിയാനല്ല. അവര് വരുന്നത് ഭാരം ഒന്ന് ഒഴിയണം, മനസ്സ് ഒന്ന് സ്വതന്ത്രമാകണം. കൈയടിക്കുന്നതും എഴുന്നേറ്റ് നിൽക്കുന്നതും തുള്ളിച്ചാടുന്നതും ഒക്കെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാ. പരിശുദ്ധാത്മാവ് ഇതെല്ലാം ചെയ്യിക്കും കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് ചെയ്യിച്ചാൽ തുള്ളുകയോ ചാടുകയോ പ്രവചിക്കുകയോ ഒക്കെ ചെയ്തോ, ഒരു വിരോധവും ഇല്ല. പിടിച്ചു വെക്കരുത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ചാട്ടവും, എല്ലാ പ്രവചനവും, എല്ലാ അന്യഭാഷയും ഒന്നും ദൈവത്തിൽ നിന്നല്ല എന്നും മനസ്സിലാക്കണം. ഒരു തരം മനഃശാസ്ത്രപരമായ ഒരു വിമോചനം, അതിനു വേണ്ടിയാണ് പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. They boost their positive energy. Approach. ഇന്ന് കോർപ്പറേറ്റ് ലോകം അനുവർത്തിക്കുന്ന ഒരു തത്വം, അത്രേ ഉള്ളൂ. സ്തോത്രം. അപ്പം അങ്ങനെയുള്ള ഒരു സുഖമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവചനത്താൽ ഉളവാകുന്ന സന്തോഷവും വിടുതലും സൗഖ്യവും പ്രത്യാശയും എല്ലാം ഉണ്ടാവണം. Church should be a place of instruction for the people. People should come to the church for instruction, for correction, for sanctification, for perfecting sanctification. Stop. ദൈവസഭയിലേക്ക് ജനം വരേണ്ടത് ദൈവവചനത്താലുള്ള ഉപദേശം പ്രാപിക്കുവാൻ വേണ്ടിയായിരിക്കണം.
ദൈവവചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടി, ദൈവവചനത്താലുള്ള നിറവ് പ്രാപിപ്പാൻ. സ്തോത്രം. അതില്ലാതെ ഇനി പ്രസംഗം എന്ന പേരിലും നമ്മുടെ ഇടയിൽ ഇന്ന് നടത്തപ്പെടുന്നത് പാട്ടിന്റെ വേറെ ഒരു പതിപ്പെന്ന് മാത്രമേ ഉള്ളൂ. പാട്ടിന്റെ വേറെ ഒരു പതിപ്പ്. രണ്ടായാലും ബഹളം വെച്ച് ദൈവത്തെ സ്തുതിക്കുക എന്ന പേരിൽ ഒരു മാനസിക, അതിനെ വിഭ്രാന്തി എന്ന് വിളിച്ചാലും തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, വരുത്തി തീർക്കുക. അതല്ല ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണ്? ഈ പ്രവചനത്തിലെ വാക്കുകൾ. സ്തോത്രം. ദൈവവചനത്തിന്റെ പ്രാധാന്യതയാണത്. സ്തോത്രം. ദൈവവചനത്തിന്റെ പ്രാധാന്യത. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, കുറെ നാളായി ബൈബിളിലെ, അല്ലെങ്കിൽ ബൈബിൾ നമുക്ക് നമ്മെ പഠിപ്പിക്കുന്ന ദൈവസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ഏത് ശുശ്രൂഷയാണ്? ഓർമ്മ കാണുമല്ലോ നിങ്ങൾക്ക്. വചനത്തിന്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ദ വേർഡ്. ഈ വേർഡ് മിനിസ്ട്രിക്ക് എത്ര ഭാഗങ്ങൾ ഉണ്ടെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2. ഒന്നാമത്തേത് പ്രസംഗം, രണ്ടാമത്തേത് പഠിപ്പീര്. 1 തിമോത്തിയോസ് 5:17 വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. 1 Timothy 5:17. വേഗത്തിൽ ആരെങ്കിലും വായിച്ചു? Let the elders that rule, 1 Timothy 5:17. Yes, same. Elders that rule well be counted worthy of double honor, especially they who labor in the word and doctrine. Yeah. Elders. ഇവിടെ എൽഡർ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ, ചർച്ചിന്റെ പാസ്റ്റർ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, വെൽ റൂളിംഗ് എൽഡേഴ്സ്, ടു ബി കൺസിഡേർഡ് വർതി ഓഫ് ഡബിൾ ഓണർ. ഇരട്ടി മാനത്തിന് യോഗ്യനായിട്ട് കണക്കാക്കപ്പെടേണ്ട ആള് വചനത്തിൽ അധ്വാനിക്കുന്നവരാ. ആ വചനത്തിൽ എന്ന് പറഞ്ഞതിന് 2 കാര്യങ്ങൾ. വിശേഷാൽ വചനത്തിലും ഉപദേശത്തിലും. ചില ഇംഗ്ലീഷ് വേർഷൻസിൽ കാണുന്നത് those who labor hard in preaching and teaching of the word. Preaching and teaching of the word. സ്തോത്രം. അപ്പോൾ ദൈവസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ദൈവവചനത്തിന്റെ ശുശ്രൂഷയാണ്. പ്രിയരെ, നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാം, ഒറ്റയ്ക്കിരുന്ന് പാടാം, ഒറ്റയ്ക്കിരുന്ന് അന്യഭാഷകൾ പറയാം. സ്തോത്രം. ഇതെല്ലാം കൂട്ടത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒറ്റയ്ക്കിരുന്ന് ചെയ്യേണ്ട ശുശ്രൂഷകളാണ്, അല്ലെങ്കിൽ കാര്യങ്ങളാണ്. അതേസമയം ദൈവവചനം പങ്കുവെക്കുന്നത്, തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നത് നാം ഒരുമിച്ച് കൂടി വരുമ്പോഴാണ്.
ഒരുമിച്ച് വരുമ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ കൂടി വന്നത്, 1-ാം നൂറ്റാണ്ടിലെ സഭ കൂടി വന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. സ്തോത്രം. ഒന്ന്, ആഴ്ചവട്ടത്തിന്റെ ആദ്യ നാൾ തോറും അപ്പം നുറുക്കാൻ അവർ കൂടി വന്നു. മറ്റൊന്ന്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാൻ, കൂട്ടായ്മ ആചരിക്കാൻ, അപ്പം നുറുക്കാൻ, പ്രാർത്ഥന കഴിക്കാൻ. അതിലേറ്റവും കൂടുതൽ സമയം അവർ ചിലവഴിച്ചത് ഉപദേശം കേൾക്കാൻ വേണ്ടിയാണ്. നാമും ദൈവവചനത്തിന് അത്രയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? കേൾക്കാമല്ലോ? മറ്റെന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ. അതോ നീ ഇവിടുന്നായിരുന്നോ? ഇവിടുന്ന് എങ്ങാണോ ആയിരുന്നോ അറിയില്ല. ഓക്കെ, ആരും ചോദിച്ചില്ലല്ലോ? ശരി. അപ്പോൾ ദൈവവചനത്തിന് നാം പ്രാധാന്യം നൽകുക. സ്തോത്രം. ഇവിടെ ഈ 18-19 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മറ്റു കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ചിലർ ഈ വാക്യങ്ങളെ, വെളിപ്പാട് 22-ന്റെ 18-19 വാക്യങ്ങളെ ഒരു പൊതുവായ അർത്ഥത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ബൈബിളിന്റെ അക്ഷരീയമായ ദൈവനിശ്വാസികതയെ തള്ളിക്കളയുന്നവരുമുണ്ട് കേട്ടോ. സ്തോത്രം. എന്നാൽ നമ്മുടെ വിശ്വാസ പ്രമാണം, എല്ലാ പെന്തക്കോസ്ത് സഭകളുടെയും വിശ്വാസ പ്രമാണമാണ് നാം ബൈബിളിന്റെ അക്ഷരീയമായ ദൈവനിശ്വാസീയതയിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. സ്തോത്രം. ഒരു ഭാഗവും കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് ആ ഭാഗം വിടാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങൾ. Deuteronomy 30 verses from 11. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ട് വന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്കരെയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കുന്നില്ല. ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച ന്യായപ്രമാണം, ഇത് ഇസ്രായേലിന് കൊടുത്ത പഞ്ചഗ്രന്ഥങ്ങൾ, പെന്ററ്റുക്, 5 ബുക്സ്, ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെ, അതിനെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് വിളിക്കുന്നത്. 5 പുസ്തകങ്ങൾ, മോശയിക പഞ്ചഗ്രന്ഥങ്ങൾ. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം മോശ മുഖാന്തരം ഈ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ വേറെ ഒരു പുസ്തകവും ബൈബിളിലേത് എഴുതിയിട്ടില്ല. ഈ 5 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. അല്ലെങ്കിൽ ഇയ്യോബിൻ്റെതും കൂടെ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. മോശ എഴുതിയ പുസ്തകങ്ങളല്ലാതെ വേറെ പുസ്തകങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം പ്രധാനമായിട്ടും ന്യായപ്രമാണ പുസ്തകങ്ങൾ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങളോടുള്ള ബന്ധത്തിലാണ്.
എന്നുള്ളത് മാത്രമല്ല, പിൽക്കാലത്തെ വെളിപ്പാട് പുസ്തകം വരെയും നമുക്ക് നൽകപ്പെട്ട പുസ്തകങ്ങളോടുള്ള ബന്ധത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണ്. എന്ന് വെച്ചാൽ ഈ ന്യായപ്രമാണം അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നമുക്ക് പ്രയാസമുള്ളതാണോ? അല്ലെന്നാ അവിടെ പറഞ്ഞേക്കുന്നത്. പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. മൂന്നാമത്, ഇതങ്ങ് സ്വർഗത്തിലല്ല, കയറിപ്പോയി എടുക്കാൻ വയ്യാതിരിക്കത്തക്കതുപോലെ. 4, ഇത് സമുദ്രത്തിനക്കരയുമല്ല. പിന്നെ ഈ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ സരളമാക്കി നമ്മുടെ ഭാഷയിൽ അച്ചടിച്ച് നമുക്ക് നൽകിയിരിക്കുന്നു. എന്തിനാ? നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലേക്കും ഇത് തന്നിരിക്കുന്നു. എന്തിനാണ്? സ്തോത്രം. നാം അനുസരിച്ച് നടക്കുവാൻ. സ്തോത്രം. സാത്താൻ പൊതുവെ നമ്മുടെ ഇടയിൽ പരത്തിയിരിക്കുന്ന ഒരു വ്യാജമുണ്ട്. ആ വ്യാജം, the Bible, the word of God is far beyond common comprehension. This is a serious deception the devil spreads among God's people. ദൈവജനത്തിന്റെ ഇടയിൽ തന്നെ സാത്താൻ പരത്തിയിരിക്കുന്ന ഗൗരവതരമായ ഒരു വ്യാജമുണ്ട്. അപകടകരമായ ഒരു കാര്യമുണ്ട്. അതായത് ബൈബിളിലെ സത്യങ്ങളൊന്നും എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ ഒക്കാത്തതാണ്. This is a deception of the devil. സാത്താന്റെ വഞ്ചനയാണ്. സ്തോത്രം. സാത്താന്റെ വഞ്ചനയിൽ നാം ആരും കുടുങ്ങരുത്. അപ്പോ സാത്താന്റെ വഞ്ചന, അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇവിടെ യഹോവയായ ദൈവം മോശെ മുഖാന്തരം അരുളി ചെയ്തു, നിങ്ങൾക്ക് അനുസരിക്കാൻ പ്രയാസമുള്ളതല്ല ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ വചനം. രണ്ടാമത്, അത് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതെ വണ്ണം ദൂരത്തിലല്ല. എന്ന് വെച്ചാൽ അങ്ങ് സ്വർഗത്തിലും അല്ല, 7-ാം കടലിനക്കരയല്ല. പിന്നെ അത് നിങ്ങളുടെ അടുക്കൽ. എത്ര അടുക്കൽ? ഹൃദയത്തിലും വായിലും തന്നെ തന്നിരിക്കുന്നു. എന്തിനാ? അത് അനുസരിച്ച് നടക്കാൻ. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. ഓർക്കണേ, ദൈവവചനത്തിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം. ശരിയായിട്ടുള്ള അർത്ഥം. അതിന് ദൈവവചനത്തിന്റെ ശരിയായ പഠനം ആവശ്യമുണ്ട്. ദൈവവചനത്തിന്റെ ശരിയായ പഠനം. സ്തോത്രം. തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ആ കാര്യം പറയുകയുണ്ടായല്ലോ. രണ്ട് തിമോത്തിയോസ് 4-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം.
Preach the word, be prepared in season and out of season, correct, rebuke, and encourage, with great patience and careful instruction. Next verse. For the time will come when men will not put up with sound doctrine. Instead, to suit their own desires, they will gather around them a great number of teachers to say what their itching ears want to hear. Next verse also. They will turn their ears away from the truth and turn aside to myths. വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. പിന്നെന്താ ചെയ്യണം? സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ ദൈവദാസനുമായിട്ട് ഫോണിൽ സംസാരിച്ചു, നേരിൽ കണ്ടില്ല. ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെയുണ്ട് ശുശ്രൂഷകളും സഭയും ഒക്കെ. പറഞ്ഞ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോന്നു. പിന്നെ ഒരു ഭയങ്കര ദുഃഖമുണ്ട്. എന്താ? നമ്മളെ ചങ്ക് പൊളിഞ്ഞ് ഈ ജനത്തിന് ദൈവവചനം പങ്കുവെക്കാം, പക്ഷേ അതിനനുസരിച്ച് ഈ ജനം അങ്ങോട്ട് ആത്മീയമായി ഉന്നമനപ്പെടുന്നില്ല. മനസ്സിലായോ? ഇവിടെ പൗലോസ് പറയുന്നു, സകല ദീർഘക്ഷമയോടും, വിത്ത് ലോങ് സഫറിങ്, പിന്നെ ഉപദേശത്തോടും കൂടെ ശാസിക്കണം, റബ്യൂക്ക് ചെയ്യണം, തർജ്ജനം ചെയ്യണം, പ്രബോധിപ്പിക്കണം. പൗലോസ് പറയുന്നു, ആൾക്കാർ അന്ത്യകാലത്ത് ഇച്ചിങ് ഇയർ, ചെവി ചൊറിയുമ്പം ഒരു തൂവലോ വല്ലോ ഇട്ട് ഇങ്ങനെ ആൾക്കാരിരിക്കുന്ന കാണത്തില്ലേ? അവർ വേറെ ഏതോ ഒരു ലോകത്ത് അവരിങ്ങനെ ഇരിക്കും. ചിലരാണെങ്കിൽ താക്കോലിടും, ചിലരാണെങ്കിൽ പേപ്പർ ചുരുട്ടിയിടും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ബീഡി വലിക്കുന്ന കാലത്ത് തീപ്പെട്ടിക്കൊള്ളിയിട്ട് ചിരണ്ടും. പരിസരബോധമില്ലാതെ അവരിങ്ങനെ ചൊറിയും, ഒരു സുഖ. ഇതുപോലെ ഒരു രസം വരുത്തുന്ന പ്രസംഗങ്ങളും ഒക്കെയാണ് ജനത്തിന് ഇഷ്ടം. പൗലോസ് തിമോഥെയോസിനെ വാൺ ചെയ്തു, നോ, ആളിനെ കൂട്ടാൻ, ജനത്തെ രസിപ്പിക്കാനും ത്രസിപ്പിക്കാനും നീയൊന്നും ചെയ്തേക്കരുത്. 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യവും കൂടെ, 2:15. Do your best to present yourself to God as one approved, a workman who does not need to be ashamed and who correctly handles the word of truth. Correctly handles the word of truth. സത്യത്തിന്റെ വചനം ശരിയായി കൈകാര്യം ചെയ്യുന്ന ഒരു ശുശ്രൂഷക്കാരനായിട്ട് നീ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവനായി നിൽക്കണം എന്ന് പൗലോസ് പറഞ്ഞു. റൈറ്റ്ലി, ചില വേർഷൻസിൽ കാണുന്നത് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നാണ്. സ്തോത്രം. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ വചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ടെന്നാണ് നമ്മൾ മലയാളത്തിൽ കാണുന്നത്. സ്തോത്രം. സത്യത്തിന്റെ വചനത്തെ യഥാർത്ഥമായിട്ടും പ്രസംഗിച്ചുകൊണ്ട്. correctly traversing the word of truth എന്നാണ്
എ കൺസർവേറ്റീവ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് ACV. ആംപ്ലിഫൈഡ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റ്ലി അനലൈസിങ് ആൻഡ് ആക്യുറേറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, റൈറ്റ്ലി ഹാൻഡ്ലിങ് ആൻഡ് സ്കിൽഫുള്ളി ടീച്ചിങ് എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. ഇത് വെച്ചുകൊണ്ട് ചില ദുരുപദേശകന്മാർ ഇപ്പം പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ഒരു കേക്ക് മുറിക്കുന്നത് പോലെ ബൈബിളിനെ മുറിക്കണം. എന്നിട്ട് പറയുന്നു, ഫിലേമോൻ വരെയുള്ള ലേഖനങ്ങൾ ഇന്ന് നമുക്ക് ആവശ്യമുള്ളതാണ്. എബ്രായ ലേഖനം മുതൽക്ക് അങ്ങോട്ടുള്ളത് നമുക്കുള്ളതല്ല, സഭയ്ക്കുള്ളതല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ കേൾക്കും. വഞ്ചിക്കപ്പെടരുത്. അവരാണ് പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കാന്തയായ സഭ വേറെ, ക്രിസ്തുവിന്റെ ശരീരമായ സഭ വേറെ എന്നൊക്കെ. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, അല്ലെ? നമ്മുടെ കൂട്ടത്തിലല്ലേ പറഞ്ഞത്? അല്ലായിരുന്നു? നിങ്ങളാരും അനങ്ങുന്നില്ല, യെസ് നോയും പറയുന്നില്ല. Yes, Pastor, I think he's told. സ്തോത്രം. ഞാൻ പറഞ്ഞിരുന്നു, പല ദൃഷ്ടാന്തങ്ങൾ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടി ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. യേശു പ്രധാനപ്പെട്ട മൂലക്കല്ലും അടിസ്ഥാനക്കല്ലും, നമ്മൾ സഭാ മന്ദിരം. ക്രിസ്തു മണവാളൻ, നമ്മൾ സഭ മണവാട്ടി. ക്രിസ്തു തല, സഭ ശരീരം. ക്രിസ്തു മുന്തിരിവള്ളി, നമ്മൾ കൊമ്പുകൾ. യേശുക്രിസ്തു ഫലപ്രദമായ മുന്തിരിവള്ളിയുടെ അല്ലെങ്കിൽ ഒലിവ് വൃക്ഷത്തിന്റെ വേര്. ഓർക്കുന്നല്ലോ വേരിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത്? സ്തോത്രം. നമ്മൾ അതിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ട കൊമ്പുകൾ. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം സഭയ്ക്ക് വേണ്ടിയിട്ട് പുതിയ നിയമം പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അവര് പഠിപ്പിക്കുന്നത്, നമുക്ക് വേണ്ടത് അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം തൊട്ട്, അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം മുതൽ ഫിലേമോന്റെ ലേഖനം വരെ ഉള്ളത് മതി. എബ്രായ ലേഖനം മുതൽക്ക് ഇങ്ങോട്ട് ഉള്ളതെല്ലാം, അതിനാണ് അവർ പറയുന്നത് എബ്രായ ലേഖനം എബ്രായർക്ക് എഴുതിയതാ. നമ്മൾ എബ്രായരാണോ? യാക്കോബും പത്രോസും ഒക്കെ എഴുതിയിരിക്കുന്നത് ചിതറിപ്പാർക്കുന്ന ഗോത്രങ്ങൾക്കാണ്, നമുക്കല്ല, സഭയ്ക്ക് എഴുതിയതല്ല. ഇങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ അങ്ങനെ അടുക്കി വച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം തൊട്ട് ഫിലേമോന്റെ ലേഖനം വരെ ഒരുമിച്ച്. അതാണ് സഭയ്ക്കുള്ളത്. അതിനുശേഷം പിന്നെ ഇങ്ങനെ മുറിച്ചു മുറിച്ച് പഠിപ്പിക്കുന്ന തെറ്റായ ഉപദേശകർ ഇന്ന് എഴുന്നേറ്റിട്ടുണ്ട്. They are so skillful. അങ്ങനെയുള്ളവർക്ക്
പിശാചിന്റെ ഭയങ്കര വശീകരണ ശക്തിയുണ്ട്. ഭയങ്കര വശ്യതയാണ് അവർക്കുള്ളത്. വശ്യതയാണ്. ഏതോ ഒരു ഭക്തൻ പറഞ്ഞതുപോലെ, സിൻസ് the hell is not that attractive, the devil has decorated the roads so attractive to the hell. നരകം അത്ര സുന്ദരമല്ല, ആകർഷണീയമല്ലാത്തത് കൊണ്ട് സാത്താൻ നരകത്തിലേക്കുള്ള വഴി മുഴുവനും അലങ്കരിച്ച് ആകർഷണീയമാക്കി വെച്ചിരിക്കുക. ദിസ് ഈസ് എ ഡിസെപ്ഷൻ. എന്നാൽ നിത്യജീവനിലേക്കുള്ള വഴിയോ ഇടുക്കവും ഞെരുക്കവും ഒക്കെ ഉള്ളതാണ്. അങ്ങ് ചെന്നാൽ ഭയങ്കര മനോഹാരിതയാ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിലും നടമാടുന്നു. ജാഗ്രത, ജാഗ്രത. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ യഥാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. താൽക്കാലികമായ ഒരു ഭോഗസംതൃപ്തി, ഒരു സുഖം തരുന്ന അലിഗോറിക്കലായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അല്ല നാം നടത്തേണ്ടത്. അതിലല്ല നാം സുഖം കണ്ടെത്തേണ്ടത്. സ്തോത്രം. എൻ്റെ ജീവിതത്തിലും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവം ഇന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈകാരിക തലത്തിലേക്ക് എത്തുന്ന, ചിലപ്പോൾ കണ്ണൊക്കെ നനയുന്ന, ഇത് പറയുന്ന പുള്ളിയോടുള്ള സ്നേഹനിമിത്തം പച്ചരി വാങ്ങാൻ, പച്ചരി എന്ന് പറഞ്ഞാൽ ദോശയ്ക്കുള്ളതല്ലേ, കഴിക്കാനുള്ള, പച്ചരി വാങ്ങാൻ വെച്ചിരുന്ന ഇച്ചിരി പൈസ, ഇച്ചിരി ഉള്ളായിരുന്നു, അതെടുത്ത് ഈ പുള്ളിക്ക് കൊടുത്തു. പുള്ളിയുടെ ലക്ഷ്യം കണ്ടു. ഈ പ്രസംഗം നമ്മളെ വൈകാരികമായിട്ട് ഇളക്കി. അപ്പോൾ നമ്മുടെ കീശയിലിരുന്നത് ആ പുള്ളിയുടെ കീശയിലായി. ലക്ഷ്യം അത്രേ ഉള്ളൂ, നമ്മൾ പാവം അറിയുന്നില്ല. ഇന്നും അങ്ങനെയാ പലതും നടക്കുന്നത്. അരുത്, അങ്ങനെയാകരുത്. സ്തോത്രം. നാം ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നവരായിട്ടല്ല, അവിടെ ഇല്ലാത്ത അർത്ഥത്തെ ഉണ്ടാക്കി പറയുന്നവരായിട്ടല്ല. അതൊക്കെ കേൾക്കാൻ വളരെ എളുപ്പമാണ്, വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയരുത്. ജനത്തെ പടിപടിയായി ദൈവവചനത്തിൽ പടുത്തുയർത്തിക്കൊണ്ട് അവരെ ക്രിസ്തുവിൽ പണിയുന്നവരായി നാം തീരണം. അതിനുവേണ്ടി നാം ദൈവവചനത്തോട് കൂടുതൽ അടുപ്പമുള്ളവരായി, തിരുവെഴുത്തിനെ ചങ്കോട് ചേർത്ത് വെപ്പാൻ, വെറുതെ പുസ്തകം എടുത്ത് ചങ്കോട് ചേർത്ത് വെക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ, ഉപദേശങ്ങളെ മുറുകെ പിടിക്കുന്നവരായി നമുക്ക് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നാം ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.